നവോത്ഥാനം ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണങ്ങളുമുണ്ടായിരുന്നു. ജാതി വ്യവസ്ഥിതിയും പലതരത്തിലുള്ള ജാതി അതിക്രമങ്ങളും സ്ത്രീകളോടുള്ള അതിക്രമങ്ങളും. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, സ്ത്രീകൾ അവർ ഉന്നത കുലജാതരാണെങ്കിലും അവർ മറ്റുള്ളവരെ പോലെ തന്നെ അസമത്വം അനുഭവിച്ചിരുന്നു. നവോത്ഥാന കാലഘട്ടത്തിലും ഇപ്പോഴും ഉന്നത കുലജാതരെന്ന് പറയുന്നവർ അവരുടെ കുടുംബത്തിൽ നിന്നും അവർക്ക് വേർതിരിവുകളും സമത്വമില്ലായ്മയും വിദ്യാഭ്യാസം അവർക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു. ഇവൻ ആ കാലഘട്ടങ്ങളിൽ വോട്ടവകാശം പോലും സ്ത്രീകൾക്കില്ലായിരുന്നു. അവരെ ഒരു വിവാഹച്ചരക്കായിട്ട് കരുതിയിരുന്ന, ഒരു വിവാഹത്തിനുള്ള ഉൽപ്പന്നം എന്നുള്ളതിനപ്പുറം അവർക്കൊരു വ്യക്തിത്വം കൊടുക്കാത്ത ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. താഴ്ന്ന ജാതിക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യർക്കും പ്രശ്നമുണ്ട്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും പ്രശ്നം. അവരുടെ ശാരീരിക അവസ്ഥ കൊണ്ടും സ്ത്രീ എന്നതുകൊണ്ട് മാത്രം അവർക്ക് മേലാളന്മാരിൽ നിന്നും കീഴാളന്മാരിൽ നിന്നും തൻ്റെ സ്വജാതിയിലുള്ളവരിൽ നിന്നും ഒരേപോലെ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്ന അവസ്ഥകൾ നമുക്കറിയാം. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ വിധവകൾ വളരെ ചെറുപ്പത്തിൽ തന്നെ, നമ്പൂതിരിമാരുടെയൊക്കെ ഭാര്യമാരാകുന്നവരെ പറ്റി നമുക്കറിയാം, വളരെ ചെറുപ്പത്തിലെ കൗമാരത്തിൽ തന്നെ വിവാഹിതരാകുകയും പ്രായമായ ഭർത്താവ് മരിക്കുമ്പോൾ അവർക്ക് സതി അനുഷ്ഠിക്കേണ്ടി വരികയും ഒക്കെ ചെയ്ത കാലഘട്ടത്തിൽ നിന്ന് വിമോചനത്തിലൂടെ അല്ലെങ്കിൽ നവോത്ഥാന ചിന്തകളിലൂടെ, നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൂടെ വിധവാ വിവാഹം അവർക്ക് സാധ്യമായി. അതിൻ്റെ ഫലങ്ങളായിട്ട് മിശ്രവിവാഹങ്ങൾ സാധ്യമായി. മിശ്രം വിവാഹം എന്ന് പറയുന്ന അക്കാലത്തെ വലിയൊരു ഭയങ്കര കാര്യം തന്നെയാണ്, നവോത്ഥാനത്തിൻ്റെ ഫലമാണ്. കാരണം ഒരുമിച്ച് ഇടപഴകാൻ പോലും അവസരമില്ലായിരുന്ന, മേൽജാതിക്കാർ പോകുമ്പം കീഴ്ജാതിക്കാർ പോയിരുന്ന സ്ഥലങ്ങളിൽ ആ വഴി കൂടെ പോലും പോകാൻ മേലാത്ത അവസരങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ അമ്പലങ്ങളിലും ഒക്കെയുള്ള പ്രവേശനം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും വളരെയധികം വലിയ നവോത്ഥാനം കേരളത്തിൽ നടന്നിട്ടുണ്ട്. കേരളത്തിലെ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് എല്ലാവർക്കും ഒരുപോലെ ഒരു സമത്വത്തിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായി വന്നു. അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണേലും വോട്ടവകാശത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സാമൂഹ്യ നീതിയുടെ കാര്യത്തിലാണേലും എല്ലാം അവർക്കൊരു ഇക്വാലിറ്റി ഒരുമാതിരി കിട്ടി വന്നു. പക്ഷേ ഇപ്പം നമ്മൾ ചിന്തിക്കുമ്പം അതിൻ്റെ വേരുകൾ ഇന്നും ഇവിടെ ഉണ്ട്. അത് മേൽഭാഗത്തു നിന്ന് വെട്ടിക്കളഞ്ഞെന്ന് നമുക്ക് തോന്നിയാലും ഇപ്പോഴത്തെ വർത്തമാന സാഹചര്യങ്ങളിൽ അതെല്ലാം മുളപൊട്ടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോഴത്തെ തൊട്ടടുത്തുള്ള സാഹചര്യങ്ങൾ മതി. അവർക്ക് സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എത്ര കുട്ടികൾ സംവരണത്തിൽ അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം കിട്ടുന്നുണ്ട്? അവരിൽ കിട്ടുന്നവർക്ക് തന്നെ സ്വസ്ഥമായിട്ട് അവിടെ പഠിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ നിതിൻ രാജിൻ്റെയൊക്കെ തിരുവനന്തപുരത്തെ മരണം നമുക്കറിയാം. വളരെ മിടുക്കനായ ഒരു കുട്ടിയായിരുന്നു അവൻ. ഞാനവരെ കാണാൻ പോയിരുന്നു. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും, ഇപ്പോൾ IIT-യിലും IIM-ലും എല്ലാ സ്ഥലത്തും അവർക്ക് സംവരണം വരെ അവർ എത്തിച്ചേരുന്നുണ്ടെങ്കിലും അവരുടെ ഡ്രോപ്പ് ഔട്ട്സ് നമുക്ക് വളരെ കൃത്യമായിട്ട് പബ്ലിക് ഡൊമൈനിലൊക്കെ അതിൻ്റെ ഒരു സ്റ്റാറ്റിക്കൽ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ സംവരണം കൊണ്ടൊന്നും അവർക്ക് ഉയർച്ച ഉണ്ടായിട്ടില്ല. ഈവൻ സഭയിൽ പോലും, ഈവൻ ക്രിസ്ത്യൻ സഭയിൽ പോലും വ്യത്യാസങ്ങളുണ്ട്. ആ ജാതീയമായ വ്യത്യാസങ്ങൾ ഇപ്പോൾ വിവാഹ സമയത്തൊക്കെ അന്നൊക്കെ മാതാപിതാക്കൾ പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അവിടെ അങ്ങോട്ട് പോകരുത്, അതിലുള്ളവരെ കല്യാണം കഴിക്കരുത്, ഞാൻ എടുത്തു പറയുന്നില്ല ഇതിലുള്ളവരെ കല്യാണം കഴിക്കരുത്, അങ്ങനെ ചിന്ത പോലും പാടില്ല എന്നൊക്കെ കേട്ടാണ് നമ്മളും വളരുന്നത്. അപ്പം ഏത് മതത്തിലും ഏത് ജാതിയിലും ആ വ്യത്യാസങ്ങൾ പുലർത്തിയിരുന്നു. അതിന്നുമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. സ്ത്രീകൾ, കൊച്ചുകുട്ടികൾ, എനിക്ക് വളരെ നന്നായിട്ടറിയാം. ഞാൻ കുട്ടികളുടെ ക്ലാസ് എടുക്കാൻ പോയപ്പോഴൊക്കെ അവരൊക്കെ വളരെ ചെറിയ കുട്ടികളൊക്കെ വീടിനകത്ത് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അതൊന്നും പുറത്തേക്ക് വരുന്നില്ല. എല്ലാ നിയമങ്ങളുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, സിസ്റ്റത്തിലെല്ലാം ഉണ്ട്. പക്ഷേ സിസ്റ്റം അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അവർ പീഡനം അനുഭവിച്ച് സ്വന്തം വീട്ടിൽ നിന്നുള്ളവരിൽ നിന്ന് പോലും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് അവർക്ക് എല്ലാ കാലത്തിലും അവർക്ക് വർക്ക് പ്ലേസിൽ അവരുടെ യാത്രാമധ്യേ നമുക്ക് എത്ര കേസുകളുണ്ട് അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അവരുടെ സ്വാതന്ത്ര്യം ലിമിറ്റഡാണ്. ഒരു പുരുഷൻ്റെ സ്വാതന്ത്ര്യം ഇന്നും സ്ത്രീക്ക് ലഭിക്കുന്നില്ല. അവർക്ക് സ്വതന്ത്രമായിട്ട് ഇപ്പം സുഗതകുമാരി പറഞ്ഞതുപോലെ ഈ രാത്രിയും സ്ത്രീകളുടേതും കൂടിയാണെന്ന് പറഞ്ഞില്ലെങ്കിലും രാത്രിയിൽ സഞ്ചരിക്കുന്ന സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അവരുടെ ജോലിയുടെ ഭാഗമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർ പുറത്തിറങ്ങിയാൽ. അപ്പോൾ സ്ത്രീകൾ വളരെ വിവേകമതികളായിട്ട് ചിന്തിക്കണം. നമ്മളുടെയും കൂടെ ആണെങ്കിലും നമ്മൾ വിവേകത്തോടു കൂടി സേഫാണോ എന്ന്
നോക്കാതെ ഇറങ്ങി പുറപ്പെടാൻ സാധിക്കില്ല. അപ്പോൾ അത്തരത്തിൽ എല്ലാ തരത്തിലും ഉള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് വോട്ടവകാശം പഴയ നവോത്ഥാന കാലത്ത് സ്ത്രീകൾക്ക് സാധ്യമായെങ്കിൽ ഇന്ന് പുരുഷനും സ്ത്രീക്കും അത് അപ്രാപ്യമായ നിലയിലേക്കാണ്. എത്രയോ വർഷങ്ങളായിട്ട് നമുക്കറിയാം വോട്ട് ചോരി എന്ന് പറയുന്ന കാര്യം നടക്കുന്നു. വോട്ടവകാശം നമുക്ക് നിഷിദ്ധമായിരുന്നു. ഇപ്പം വെസ്റ്റ് ബംഗാളിലും ബീഹാറിലുമൊക്കെ നമുക്കറിയാം ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ടവകാശം നഷ്ടപ്പെട്ടു. അപ്പം ഇനി രണ്ടാമതൊരു നവോത്ഥാനത്തിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നില്ലേ? സിസ്റ്റം കറപ്റ്റഡായി, എക്സാംസ് എഴുതുന്ന വളരെ വ്യക്തമായ തെളിവുകൾ നമുക്കുണ്ട്. നീറ്റ് എക്സാമിൻ്റെ കാര്യത്തിലാണേലും CBSE എക്സാമിൻ്റെ കാര്യത്തിലാണേലും തെളിവുകളോടുകൂടി എല്ലാം പുറത്തു വന്നിട്ടുണ്ട് അഴിമതി. അപ്പോൾ സിസ്റ്റം കറപ്റ്റഡായി. അപ്പോൾ നവോത്ഥാനത്തിലൂടെ നമ്മൾ നേടിയെന്ന് പറയുന്ന കാര്യങ്ങളുടെയൊക്കെയും വേരുകൾ ഉണ്ടായിരുന്നു. ആ വേരുകൾ ഇപ്പോഴത്തെ വർത്തമാനകാല സാഹചര്യങ്ങളിൽ മുളച്ചു വന്നിട്ടില്ലേ? രണ്ടാമതൊരു നവോത്ഥാനത്തിന് തുടങ്ങാനായിട്ട്, അല്ലെങ്കിൽ നവോത്ഥാനത്തിനുള്ള സമയമായില്ലേ? ആരാണത് തുടങ്ങി വെക്കേണ്ടത്? ആരൊക്കെയാണ് അതിനകത്ത് ഇൻവോൾവ് ആകേണ്ടവർ? എനിക്ക് പറയാനുള്ളത് സ്ത്രീകളോടാണ് പ്രത്യേകിച്ചും. എല്ലാവരും ഇൻവോൾവ് ആകണം. എല്ലാ പൗരനും അതിന് കടമയുണ്ട്. പ്രത്യേകിച്ചും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള മനുഷ്യർക്ക്, പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഇതിനകത്ത് പ്രത്യേക കൂട്ടുത്തരവാദിത്വം ഉണ്ട്, അല്ലെങ്കിൽ പ്രധാന ഉത്തരവാദിത്വം ഉണ്ട്. അവർ മുമ്പോട്ട് വന്ന് ഇത് നയിക്കണം എന്നുള്ളതാണ് എനിക്കിന്ന് പറയാനുള്ളത്.